ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നൈക്ക ഹോളാണ് കേട്ടോ. നൈക്കയിൽ ഈ ഇടയ്ക്ക് ഹോട്ട് പിങ്ക് സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. ഇപ്പോൾ ആ സെയിലൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് സംഭവങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി. അതുകൊണ്ടാണ് സെയിലിന് മുമ്പായിട്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാ പ്രൊഡക്ട്സും ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിലായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. നൈക്കയിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്ട്സ് മാത്രമല്ല കേട്ടോ, പിന്നെ ഞാൻ ഫോക്സ് ടെയിലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഒരു 2 ഐറ്റംസ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നൈക്കയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഐറ്റം വരുന്നത് ഈ ഒരു മെയ്ബ്ലിൻ ഫിറ്റ്മിയുടെ ഈ ഒരു കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഇത് മെയ്ബ്ലിൻ ഫിറ്റ്മി മാറ്റ് പ്ലസ് പോർലെസ് ഓയിൽ കൺട്രോൾ പൗഡർ SPF 32 PA++ ഉണ്ട്. ഞാൻ വാങ്ങിയിരിക്കുന്ന ഷെയ്ഡ് 230 ആണ് കേട്ടോ. ഞാൻ 230 ഫൗണ്ടേഷൻ തന്നെയാണ് ഇതിൻ്റെ എനിക്ക് ചേരുന്ന ഫൗണ്ടേഷൻ. അപ്പോൾ ഞാൻ കോമ്പാക്റ്റും ആ സെയിം ഷെയ്ഡ് തന്നെയാണ് എടുത്തത്. ഇത് അപ് ടു 16 hours ലാസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിലായിട്ട്. ഇത് റേറ്റ് വരുന്നത് 269 രൂപയാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സെയിലിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിലാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോമ്പാക്റ്റ്. ഇത് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടുന്നത് 6 gram ആണ്. അതുപോലെ തന്നെ SPF ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ നല്ല കാര്യമാണ് കേട്ടോ. SPF 30 ഉള്ളൂ, പക്ഷേ എങ്കിലും നമുക്ക് അത്യാവശ്യം ചെറിയ രീതിക്കുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇന്നെന്തായാലും ഞാനൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ മെയ്ബിലിൻ്റെ തന്നെ ഫിറ്റ്മി ഫ്രഷ് ടിൻ്റാണ് കേട്ടോ. ഇതൊരു പേര് പോലെ തന്നെ ടിൻ്റാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല റിവ്യൂസും റേറ്റിംഗും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് മേക്കപ്പ് പ്ലസ് സ്കിൻ കെയർ ഹൈബ്രിഡ് വിത്ത് നാച്ചുറൽ കവറേജ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മേക്കപ്പും അതുപോലെ തന്നെ ചെറിയൊരു സ്കിൻ കെയറും കൂടിയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സോഫ്റ്റ് മാറ്റ് ലുക്കാണ് കിട്ടുന്നത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇത് ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 30 ml ആണ്. റേറ്റ് കൊടുത്തിട്ടുള്ളത് 399 ആണ് കേട്ടോ. പിന്നെ സെയിൽ സമയം ആയതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. സാധാരണ നമുക്ക് ഫൗണ്ടേഷനൊക്കെ നല്ല ഗ്ലാസ് ബോട്ടിലല്ലേ കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതുകൊണ്ട് എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല. ബോട്ടിൽ കാണാനായിട്ട് അങ്ങനെ ഒരു രസമില്ല. ആ ഒരു ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ കാണാൻ തന്നെ ഒരു ഭംഗിയല്ല. ഇതാണ് അടുത്തൊരു പർച്ചേസ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് മെയ്ബിലിൻ്റെ ഒരു കൺസീലറാണ് കേട്ടോ. അത് കുറേ നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരു കൺസീലറാണ്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു കൺസീലർ. ഇത് മെയ്ബിലിൻ ന്യൂയോർക്ക് ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈവ് ഇറൈസർ മൾട്ടി യൂസ് കൺസീലർ. അതാണ് സംഭവം. ഇത് നമുക്കിതാ ഇങ്ങനെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ ഈ ഒരു സംഭവം ഉണ്ട്. ഇത് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് വരും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അറിയുന്നുണ്ടാവും മിക്കവർക്കും. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പണ്ട് മുതലേ ഉള്ളൊരു കൺസീലറാണ്. ഇത് കുറച്ച് പ്രൈസിയാണ് കേട്ടോ. 729 ആണ് ഇതിൻ്റെ റേറ്റ്. ഡിസ്കൗണ്ട് ടൈം ആയതുകൊണ്ട് ഒരു 500 ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2027 വരെ എക്സ്പയറി വരുന്നുണ്ട്. ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ളത് 6 ml ആണ് കേട്ടോ. ഞാൻ വാങ്ങിയിരിക്കുന്ന ഷെയ്ഡ് നമ്പർ 122 ആണ് കേട്ടോ. എനിക്ക് കറക്റ്റാണോ എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഫേസിലിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അറിയില്ല. ഞാൻ ജസ്റ്റ് കൈമ മാത്രമേ ജസ്റ്റ് ഇട്ട് നോക്കി. കൈമിട്ട് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫേസിൽ ഞാൻ എപ്പോഴെങ്കിലും ഇട്ട് നോക്കണം. ഞാൻ സെപ്പറേറ്റ് ഇതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ ഷെയ്ഡിൻ്റെ കാര്യം മാത്രമാണ് എനിക്ക് ഒരു സംശയമുള്ളൂ. 122 കറക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ അടുത്ത് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് കേട്ടോ. ഇത് നമ്മുടെ പാക്കിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. കുഞ്ഞൊരു സംഭവമാണ് കേട്ടോ. മിനി പാക്കാണ്. ഇതാണ് സംഭവം. ഇത് സാധാരണ വൈറ്റ് ഷെയ്ഡിലാണ്. ഇവിടെ തന്നെ ബനാന പൗഡറും കേട്ടോ. യെല്ലോ ഷെയ്ഡിൽ വരുന്നത്. ഞാൻ ബനാന പൗഡേഴ്സൊക്കെ ഓൾറെഡി എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ഇഷ്ടമൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയൊക്കെ ബേക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് റേറ്റ് വരുന്നത് 195 rupees-ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 2 gram ആണ് കേട്ടോ. പിന്നെ എക്സ്പയറി ഡേറ്റും മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസും എല്ലാം തന്നെ ഈ ഒരു കവറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഷെയ്ഡ് വാങ്ങിയിരിക്കുന്നത് 02 ആണ് കേട്ടോ. ഇതാണ് അടുത്തൊരു പർച്ചേസ്. നെക്സ്റ്റ് ഐറ്റം ലിപ്സ്റ്റിക്കാണ്. ഇത് മെയ്ബിലിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മെയ്ബിലിൻ്റെ ഒരു ഭയങ്കര ഹൈപ്പുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിനൊക്കെ സെയിം റേറ്റ് തന്നെയായിരുന്നു. പക്ഷേ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എനിക്ക് ഉപയോഗിക്കാനായിട്ട് പേടി. നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ട് അത് ലിപ്സിനൊക്കെ ട്രൈ ആക്കണമെങ്കിൽ ഞാൻ പിന്നെ അത് യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുള്ളറ്റ് തന്നെയാണ് വാങ്ങിയിട്ടോ. ഇത് നല്ല പാക്കേജിങ് ആണ് ഇതിൻ്റെ. പക്ഷേ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ഷെയ്ഡല്ല. കാര്യം ഷെയ്ഡ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡല്ല കേട്ടോ. ഇതാണ് സംഭവം. ഒരു പിങ്കിഷ് ഷെയ്ഡ് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ആണ്, പക്ഷെ ഒരു ന്യൂ ഷെയ്ഡാണ് കേട്ടോ. ഇത് എനിക്ക് ഇട്ടിട്ട് വലിയ കുഴപ്പമില്ല. കുറേ കൂടി ഇട്ട് കഴിഞ്ഞാൽ പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കും. കുറച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ വെബ്സൈറ്റിൽ കണ്ടപ്പോൾ ഈ ഒരു ഷെയ്ഡല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്മഡ്ജ് പ്രൂഫും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇട്ട് കഴിയുമ്പോൾ. പിന്നെ ഇത് 599 രൂപയാണ് റേറ്റ്. ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ളത് 1.7 gram ആണ് കേട്ടോ. ഇത് നല്ല റിവ്യൂസ് റേറ്റിംഗ് ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ്.
പ്രൊഡക്റ്റ് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഒരു മിസ് ക്ലെയർ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമാണ് കേട്ടോ. ഷെയ്ഡ് നമ്പർ 42 ആണ്. ഇതിൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സെയിം ലിപ്സ്റ്റിക് തന്നെ വേറെയും ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്. 52 ഉണ്ട്, 34 ഉണ്ട്, അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു ഷെയ്ഡ്. അടിപൊളി ഷെയ്ഡാണ്, എല്ലാവർക്കും ചേരുന്ന കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്, പറയാനായിട്ട് വാക്കുകളില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടെക്സ്ചർ കൂടി ആയിരിക്കും ഇത്. ലിപ്സിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ലിപ്സിൽ എന്തെങ്കിലും ഇട്ടുണ്ടെന്ന് തോന്നില്ല. പിന്നെ ഭയങ്കര ലിപ്സ്റ്റിക് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന പോലെ 6, 7, 8, 10 മണിക്കൂറൊന്നും ലാസ്റ്റ് ചെയ്യുക കേട്ടോ. ഒരു 3 മണിക്കൂറൊക്കെയാണ് ലാസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ് കേട്ടോ ലിപ്സിൽ. എനിക്ക് അതാണ് ഏറ്റവും പ്രധാനം. ഇട്ട് കഴിയുമ്പോൾ ഇട്ടിട്ടുണ്ടെന്നൊരു തോന്നലില്ലാത്ത ലിപ്സ്റ്റിക്സ് ഇടാനാണ് എനിക്കിഷ്ടം. റേറ്റ് 295 ആണ് കേട്ടോ. ഇതിന് വലിയ ഓഫർ ഇല്ലായിരുന്നു, 275 ആയിരുന്നു ഇതിൻ്റെ ഞാൻ വാങ്ങുന്ന റേറ്റ്. ഈ ഒരു ഷെയ്ഡിന് വേറെ ഷെയ്ഡിന് 180 ഒക്കെ ഉണ്ടായുള്ളൂ, പക്ഷേ ഈ ഷെയ്ഡിന് 275 ആയിരുന്നു. അത്രയ്ക്ക് നല്ല ആൾക്കാർ കുറേ പേര് വാങ്ങുന്ന ഒരു ഷെയ്ഡാണ് കേട്ടത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 6.5 gram ആണ് കേട്ടോ. ഇതാണ് അടുത്തൊരു പർച്ചേസ്. നെക്സ്റ്റ് ഐറ്റം നൈക്കയുടെ ഈ ഒരു മസ്കാരയാണ് കേട്ടോ. ഇതിൻ്റെ 3 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. വോളിമൈസിംഗ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഈ ഒരു യെല്ലോ ഷെയ്ഡ്. അതുപോലെ തന്നെ പിങ്കും പിന്നെ വേറെ ഏതോ ഒരു ഷെയ്ഡും കൂടി ഉണ്ടായിരുന്നു. അത് ലെങ്തനിങ് അങ്ങനത്തെ ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു മസ്കാര വോളിമൈസിംഗ് മസ്കാരയാണ്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 80 gram ആണ് ക്വാണ്ടിറ്റി വരുന്നത്. പിന്നെ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് മാത്രമേ ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ. എന്തായാലും പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റേറ്റും സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. റേറ്റ് ഇതിനകത്ത് കാണാൻ എനിക്ക് തോന്നുന്നു 300, ആ ഒരു ബിലോ 300 ആവാനാണ് ചാൻസ്. എന്നാലും സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഇതാണ് അടുത്തൊരു പർച്ചേസ്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ലാക്മേയുടെ ഈ ഒരു ഐലൈനറാണ്. ലാക്മേയുടെ വേറൊരു ലൈനർ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഒരു വർഷങ്ങളായിട്ട്, എനിക്ക് എണ്ണാൻ പോലും അറിയില്ല, അത്രയും വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ലാക്മേയുടെ ഒരു ഉരുണ്ടിട്ടുള്ളൊരു ലൈനറില്ലേ, 170, 150 ആ ഒരു റേഞ്ചിൽ വരുന്നത്, അതാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പുതിയത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാക്മേയുടെ ഈ ഒരു ലൈനർ വാങ്ങിയെടുക്കാം. ഇത് ലാക്മേ 925 ഫാഷനിസ്റ്റ കളക്ഷൻ ഐക്കോണിക് ഐലൈനർ ഇൻഡൻസ് ബ്ലാക്ക്. പിന്നെ 24 hours ലാസ്റ്റ് ചെയ്യും. സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4.5 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. മറ്റേ ഐലൈനർ 9 ml കണ്ടുണ്ട് കേട്ടോ. അതിന് ബിലോ 200 ആണ് റേറ്റ്. ഇത് 4.5 ml 275 ആണ് റേറ്റ് കേട്ടോ. എന്തായാലും ഇതും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. കണ്ടോ, ഇത് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ്. SPF 50 ഉണ്ട്, PA4+ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. ഡോട്ട് ആൻഡ് കീ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് കേട്ടോ. ഞാൻ അവരുടെ അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മോയ്സ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ മോയ്സ്ചറൈസർ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതിന് തന്നെ സൺസ്ക്രീൻ കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഡോട്ട് ആൻഡ് കീ വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ വാട്ടർ ലൈറ്റ് ഫ്ലൂയിഡ് SPF 50 PA+++ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്, ഡ്യൂയി ഫിനിഷാണ്. പിന്നെ ഡൾനെസ്, ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രാഗ്രൻസ് ഫ്രീ അത് കൊടുത്തിട്ടുണ്ട്. 50 gram ആണ് ക്വാണ്ടിറ്റി വരുന്നത്. റേറ്റ് വരുന്നത് 445 ആണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നൈക്കയിൽ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനി എനിക്കൊരു 3 സംഗതികൾ ഫ്രീ കിട്ടി കേട്ടോ. അതിന് ഫസ്റ്റ് ഐറ്റം വരുന്നത് ഈ ഒരു ഡോട്ട് ആൻഡ് കീ ബ്ലെമിഷ് ക്ലിയറിംഗ് ഫേസ് വാഷ് ആണ് കേട്ടോ. സാലിസിലിക് ആസിഡ് ആൻഡ് ഗ്രീൻ ടീ 15 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി. ഇത് ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക, ഒരു ട്രയൽ പാക്ക് പോലെ ഒരു മിനി അല്ലെങ്കിൽ ഒരു സാമ്പിൾ എന്ന രീതിയിൽ കിട്ടിയതാണ് കേട്ടോ. 99 രൂപ റേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫ്രീ കിട്ടിയതാ ഈ ഒരു കുട്ടി ലിപ്സ്റ്റിക്കാണ്. ഇത് മെയ്ബിലിൻ ന്യൂയോർക്ക് സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് 17 ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാട്ടോ ഈ ലിപ്സ്റ്റിക്ക് കാണാനായിട്ട്. ബ്രൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഇട്ട് നോക്കി, എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഒരു ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഈ കളറും സിമിലർ ആണെന്ന് തോന്നും, പക്ഷെ അല്ല. ഇത് നല്ലൊരു ഓറഞ്ച്, ബ്രൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്. ഇതൊരു നല്ല ഭംഗിയുള്ള പിങ്കിഷ് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ എനിക്ക് ഫ്രീ കിട്ടിയ ലാസ്റ്റ് ഐറ്റം വരുന്നതാ ഈ ഒരു ലാക്മേ 95 പ്രൈമർ പ്ലസ് മാറ്റ് പൗഡർ ഫൗണ്ടേഷനാണ്. ഇത് ഓൾറെഡി ഇതിൻ്റെ വലിയ പാക്കറ്റിൽ ഉണ്ട് കേട്ടോ. പക്ഷേ അത് കുറേ നാളായി, എക്സ്പയറി ഡേറ്റ് തീർന്നോ എന്തോ. ഇത് അതിൻ്റെ സാമ്പിൾ പാക്കാണ് കേട്ടോ. നമുക്ക് വൃത്തിയുള്ള പാക്കേജിൽ തരായിരുന്നു. ഇതിന് സാധനം കാണാനുള്ളത് സാമ്പിളാണല്ലോ, പക്ഷെ അവർക്ക് നോർമൽ സംഭവം തന്നെ തന്നാൽ മതി. ഇതാണ് സംഗതി കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ഒരു സംഭവമാണ് ഇത്. ഷെയ്ഡൊന്നും എനിക്ക് മാച്ചാനുള്ള ഷെയ്ഡാണെന്ന് തോന്നുന്നില്ല, ഭയങ്കര ലൈറ്റ് ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡ് നമ്പറും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടൊന്നുമില്ല. നോക്കട്ടെ. ഇത് ടെസ്റ്റർ നോട്ട് ഫോർ സെയിലിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രീ കിട്ടിയതുകൊണ്ടായിരിക്കണം. ഷെയ്ഡും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവർ റാൻഡമായിട്ട് അയച്ചിരിക്കുന്നതാണ്. എന്തായാലും കുഴപ്പമില്ല, ഫ്രീ കിട്ടിയതാണല്ലോ.
ഇതാണ് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സംഗതി ഉണ്ട് കേട്ടോ. ഈ ഫോക്സ് ടെയിലിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് നോക്കാം. 2 ഐറ്റംസ് വാങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇതാ ഫോക്സ് ടെയിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് ഫോക്സ് ടെയിൽ അക്വമറൈൻ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇത് മറൈൻ ആൽഗെ പ്ലസ് ഹൈലറോണിക് ആസിഡ് പ്ലസ് നൈസിൻ എനിക്ക് കൊടുത്തിട്ടുണ്ട്. നോർമൽ ടു ഓയിൽ സ്കിന്നിനാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. 100 gram ആണ് ഇത് ക്വാണ്ടിറ്റി വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 395 ആണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവരുടെ പാക്കേജിംഗ് ഒക്കെ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസർ. ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റിക്കിനെസ് എനിക്ക് ഇതിന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് നാളും കൂടി യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ പറയാനായിട്ട് പറ്റുള്ളൂ. ഇത് കിട്ടിയിട്ടൊരു കുറച്ച് ദിവസം ആയിട്ടുള്ളൂ, 3-4 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. ഇതാണ് സംഭവം കേട്ടോ. ഒരു ജെല്ലിൻ്റെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ കിടന്ന് ഷെയ്ഡ് ആണ് കാണാനായിട്ട് നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാട്ടോ ഇത്. ഇതുമാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് നമ്മുടെ ഫോക്സ് ടെയിലിൻ്റെ മോയ്സ്ചറൈസർ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫോക്സ് ടെയിലിൻ്റെ ഈ ഒരു വൈറ്റമിൻ സി ബ്രൈറ്റനിങ് സിറമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഫോക്സ് ടെയിൽ വൈറ്റമിൻ സി ബ്രൈറ്റനിങ് സിറം വിസിബിളി റെഡ്യൂസ് ഡാർക്ക് സ്പോട്ട്സ് ബാലൻസ് അൺഈവൻ സ്കിൻ ടോൺ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഗനാണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി വരുന്നത് 30 ml ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 595 രൂപയാണ്. ഞാൻ ഇതുവരെ ഫേസിൽ സിറം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. യൂസ് ചെയ്തിട്ടുണ്ട് പണ്ട്, നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ആണെന്ന് തോന്നുന്നു. ഏതോ ഒരു സിറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാൾ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ സിറം യൂസ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് തോന്നി ഒരു സിറം ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണല്ലോ ഈ സിറങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ നല്ല രസമുണ്ട്. പമ്പിൻ്റെ പാക്കേജിംഗ് ആണ് കേട്ടോ. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 5 ദിവസമൊക്കെ ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറച്ചധികം നാൾ, ഒരു 2 മാസമൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 2 ഐറ്റംസാണ് ഞാൻ ഫോക്സ് ടെയിലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇനി എനിക്ക് 1-2 സാമ്പിൾ കിട്ടിയിരുന്നു കേട്ടോ ഫ്രീ ആയിട്ട്. ഇത് ഫോക്സ് ടെയിലിൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ. ദ ഡെയിലി ഡ്യുവറ്റ് ക്ലെൻസർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡീപ്ലി ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷ് ദാറ്റ് ഓൾസോ ഡബിൾസ് ആസ് എ മേക്കപ്പ് റിമൂവർ. 5 ml ആണ് ഇതിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് സാമ്പിൾ പാക്ക് ആണ് കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. അടുത്ത് ഇതാ ഈ ഒരു ഫോക്സ് ടെയിൽ ബ്രൈറ്റനിങ് അണ്ടർ ഐ മാസ്ക് ഹൈലറോണിക് ആസിഡ് പ്ലസ് കഫെയിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓൾ സ്കിൻ ടൈപ്സിന് സൂട്ടബിൾ ആണ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ണിൻ്റെ താഴെ വയ്ക്കാനുള്ള ഒരു മാസ്ക് ആണ് കേട്ടോ. ഒരു 15 മിനിറ്റ് വെച്ചിട്ട് കളയാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് സാമ്പിൾ ആയതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് റേറ്റും കാര്യങ്ങളൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് ഈ ഒരു ഹോൾ വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും റിവ്യൂസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യാം കേട്ടോ. ഇതിൽ സ്കിൻ കെയർ ഐറ്റംസിൻ്റെ ഒക്കെ ഞാൻ എന്തായാലും യൂസ് ചെയ്തൊരു 1 or 2 month കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.